അന്യോന്യം ഞങ്ങൾ ക്ഷമിച്ചു സ്നേഹിക്കുമ്പോൾ ഹൃദയം സ്വർഗീയമായിടും. ആംചെയർ ഫിലോസഫേഴ്സ് എന്നൊരു കൂട്ടമുണ്ട്. അവരുടെ പ്രത്യേകത, അവർ വലിയ കാര്യങ്ങളൊക്കെ ആലോചിക്കും, ആ കാര്യങ്ങൾ അവർ പറയും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും അവർ പ്രാക്ടിക്കലി കൊണ്ടുവരികയില്ല. അത് യാഥാർത്ഥ്യമായി വലിയ ലോജിക്കൽ കണക്ഷനൊന്നും കാണില്ല. അവർക്ക് ഈ കസേരയിരുന്ന് ചിന്തിക്കാനും അത് എഴുതാനും പറയാനും മാത്രമേ അവരെ കൊണ്ട് പറ്റുകയുള്ളൂ. ഇത് ഒരിക്കലും ജീവിത യാഥാർത്ഥ്യവുമായി അങ്ങനെ പൊരുത്തപ്പെടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഫിലോസഫേഴ്സ് കൂട്ടത്തെയാണ് ആംചെയർ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് യേശു ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇങ്ങനെ ആംചെയർ ഫിലോസഫേഴ്സിനെയാണ്. യേശുവിൻ്റെ കാലത്തെ ആംചെയർ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് നിയമജ്ഞരും ഫരിസേയരുമാണ്. അവരുടെ പ്രത്യേകതയാണ് യേശുവിൻ്റെ ഗോസ്പലിൽ നറേറ്റ് ചെയ്യുന്നത്. യേശു പറയും, അവരിരിക്കുന്ന കസേര മോശയുടെ കസേരയാണ്, അവരുടെ അധികാരം മോശയുടേതാണ്, നിയമം പഠിപ്പിക്കുന്നു, നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതാണ് അവരുടെ പ്രത്യേകത. പക്ഷേ അവർക്ക് ഈ കസേര വിട്ട് അവർക്കൊരു ജീവിതമില്ല. അവർ ഈ കസേരയിൽ ഇരിക്കുന്നു, അതിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവരെ സല്യൂട്ട് ചെയ്യണം, അവരെ കുറച്ചും കൂടി റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കുറേ മനുഷ്യരാണ്. എന്നിട്ട് യേശു പറയുന്നത്, നിങ്ങളൊരു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ, പക്ഷേ ഇവരെ നിങ്ങൾ അനുകരിക്കരുത്, അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. കാര്യം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ അവരുടെ ജീവിതവുമായി ഒരു ബന്ധമൊന്നുമില്ല. കാരണം അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും നമ്മൾ യോജിച്ച് പോകുന്നില്ല. ഈ ചേരുംപടി ചേർക്കുക എന്നൊരു കാര്യം നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ടല്ലോ. ചില കാര്യങ്ങൾ ചേർന്ന് പോകണം, അതല്ല കൂട്ടിച്ചേർക്കുക എന്ന് വെച്ചാൽ അത് ചേരില്ല. ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ അത് ചേരില്ല. ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാളുടെ വാക്കും പ്രവൃത്തിയും നമ്മൾ ഒരുമിച്ച് പോയിരിക്കണം. ഈ വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് പോകാത്ത മനുഷ്യരൊന്നും അധിക നാൾ മറ്റുള്ള മുമ്പിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയില്ല, അല്ലെങ്കിൽ അവരുടെ വാക്കിന് അത്ര ബലമുണ്ടാകുകയില്ല. പണ്ട് പഠിച്ചൊരു കവിതയുടെ 2 വരികൾ ഓർമ്മ വരുന്നുണ്ട്. അതിങ്ങനെയാണ്: നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം. ഒരു സമൂഹത്തിനിടയിൽ എല്ലാ മനുഷ്യരും പുലർത്തേണ്ട നീതിയെക്കുറിച്ചാണ് അത് പറയുന്നത്. പക്ഷേ ഈ പറയുന്നവർ നല്ലത് പറയുവാനുള്ള ത്രാണിയും സത്യം പറയാനുള്ള ശക്തിയും ഉണ്ടാകുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഇല്ലാതെ പോയ ഒരു കൂട്ടരെയാണ് യേശു ക്രിട്ടിസൈസ് ചെയ്തത്, നിയമജ്ഞരും ഫരിസേയരും. ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്ന്, ഒരു കസേരയുടെ മുകളിൽ നിന്ന്, മോശയുടെ അധികാരത്തിൽ നിന്ന് അവർ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. അവരുടെ ജീവിതത്തിന് അത് ആവശ്യമില്ല എന്നവർ കരുതി. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഒരു ക്രിട്ടിസിസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു അധികാരവർഗത്തോടുള്ള അപകർഷതാബോധമോ അവരോടുള്ള എതിർപ്പോ അല്ല, മറിച്ച് നമ്മൾ പുലർത്തേണ്ട ഒരു നീതിബോധത്തെക്കുറിച്ചാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരുമിച്ച് പോകണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് പറയുന്നവരാണ്. ഒരു വീടിനകത്ത് ഒരപ്പൻ കസേരയിലിരിക്കുന്ന ഒരാളാണ്, ഉത്തരവാദിത്തത്തിലിരുന്നുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ ഒരു അധ്യാപിക ഒരു ക്ലാസ് മുറിയുടെ കസേരയിൽ നിന്ന് കുട്ടികളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു ദേവാലയത്തിനുള്ള വികാരിയച്ഛൻ, ഒരു സന്യസ്ത ഭവനത്തിലെ ഒരു സന്യസ്ത, ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ അവരുടെ കീഴിലുള്ള കുറേ മനുഷ്യരോട്, അവരുടെ കൂടെയുള്ള കുറേ മനുഷ്യരോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പറയുന്നതൊക്കെ ശരിയാണ്. പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ കടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ഒരു കൂട്ടരാരാണെന്ന് ചോദിച്ചാൽ ഇന്ന് രാഷ്ട്രീയപരമായി നിൽക്കുന്നവരാണ്, അധികാര കേന്ദ്രങ്ങളിൽ നിൽക്കുന്നവരാണ്. ഇത് അധികാരത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമുള്ള സുവിശേഷ ഭാഗമായി നമ്മൾ ഒതുക്കരുത്. ഏതെങ്കിലുമൊക്കെ ഒരു വകുപ്പിൽ നോക്കിയാൽ നമ്മളെല്ലാവരും ആരുടെയൊക്കെയോ ഡിക്റ്റേറ്റേഴ്സായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കിൽ നമുക്ക് എന്തുമാത്രം ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എത്രയോ പ്രാവശ്യം മനോഹരമായ ചിന്തകൾ നമ്മളൊക്കെ പറയുന്നുണ്ട്, മനോഹരമായ വാക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ വാക്കുകളും ചിന്തകളും ജീവിക്കാൻ എന്തുമാത്രം നമുക്ക് സാധിക്കുന്നു? ഹൃദയം തൊട്ട് വേദനയോടെ ഒരു കുമ്പസാരങ്ങളൊക്കെ പറയാമെന്ന് തോന്നുന്നത് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ കണ്ണുനീര് തന്നെയാണ് നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ ജീവിക്കാൻ സാധിക്കാതെ പോകുന്നത്. ഈ തപസ്സുകാലം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഐ ഓപ്പണിംഗ് ആണ്. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി ജീവിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ യേശു ഫരിസേയരെയും നിയമജ്ഞരെയും സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ നാളെ നമ്മളുടെ പേരും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടിയന്റെ ജീവിതം യേശുവിലായാൽ അനുഗ്രഹദായകം ഈ ജീവിതം. അടിയന്റെ ജീവിതം യേശുവിലായാൽ അനുഗ്രഹദായകം ഈ ജീവിതം. അടിയന്റെ ജീവിതം സ്നേഹമായാൽ
സ്നേഹത്തിൻ കൂദാശ ഈ ജീവിതം. അടിയന്റെ ജീവിതം സ്നേഹമായാൽ സ്നേഹത്തിൻ കൂദാശ ഈ ജീവിതം. താതനോടുള്ള നിൻ ആർദ്ര സ്നേഹം കാൽവരിക്കുന്നിലെ കുരിശോളമായി. താതനോടുള്ള നിൻ ആർദ്ര സ്നേഹം കാൽവരിക്കുന്നിലെ കുരിശോളമായി. അന്നങ്ങു ചുടുരക്തത്തുള്ളിയാലെഴുതി സ്നേഹം അതിശ്രേഷ്ഠമെന്ന്. അടിയന്റെ ജീവിതം യേശുവിലായാൽ അനുഗ്രഹദായകം ഈ ജീവിതം. അടിയന്റെ ജീവിതം സ്നേഹമായാൽ സ്നേഹത്തിൻ കൂദാശ ഈ ജീവിതം. അടിയന്റെ ജീവിതം സ്നേഹമായാൽ സ്നേഹത്തിൻ കൂദാശ ഈ ജീവിതം. സ്നേഹിതരെന്ന് നീ വിളിച്ചു, സ്നേഹാർപ്പണം ചെയ്തു സ്നേഹിതർക്കായി. സ്നേഹിതരെന്ന് നീ വിളിച്ചു, സ്നേഹാർപ്പണം ചെയ്തു സ്നേഹിതർക്കായി. അന്യോന്യം ഞങ്ങൾ ക്ഷമിച്ചു സ്നേഹിക്കുമ്പോൾ ഹൃദയം സ്വർഗീയമായിടും. അടിയന്റെ ജീവിതം യേശുവിലായാൽ അനുഗ്രഹദായകം ഈ ജീവിതം. അടിയന്റെ ജീവിതം സ്നേഹമായാൽ സ്നേഹത്തിൻ കൂദാശ ഈ ജീവിതം. അടിയന്റെ ജീവിതം സ്നേഹമായാൽ സ്നേഹത്തിൻ കൂദാശ ഈ ജീവിതം.